ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ബിഗിനറിന്, ഒരു തുടക്കക്കാരന് എങ്ങനെ കാർ ഡ്രൈവിംഗ് സ്വയമായിട്ട് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊക്കെ ഡ്രൈവിംഗ് ഒക്കെ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ലേണേഴ്സൊക്കെ എഴുതി ഒരു എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ സഹായത്തോടെയാണ് പഠിച്ചെടുക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ വണ്ടി ആദ്യമായിട്ട് ആ ബിഗിനറിൻ്റെ ആ ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം, അത്യാവശ്യമൊക്കെ വണ്ടി നമ്മളൊന്ന് റോഡിൽ ഓടിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നീട് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും വണ്ടി സ്വയമായിട്ടൊന്ന് ഓടിക്കണം. പക്ഷേങ്കിൽ ഒരു പേടി ഉണ്ടാകും റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി, ഒരു ജംഗ്ഷനിൽ എങ്ങനെ ഓടിക്കാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ബിഗിനറിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ച് ഒരു ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ പിന്നീട് സ്വയമായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ പേടിയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനോ തുടക്കക്കാരിക്കോ എങ്ങനെ ഒരു വണ്ടി സ്വയമായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടൻറ്റിനെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ വണ്ടി ആദ്യം ഓടിച്ച് പഠിച്ചു തുടങ്ങുന്നു, ലൈസൻസൊക്കെ എടുക്കുന്നു, അതിനുശേഷം നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല, വണ്ടി ഓടിക്കാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് സ്വയമായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകളാണ് കാണിച്ചു തരുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിൽ ഒരു എക്സ്പേർട്ട് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും തീർച്ചയായിട്ടും ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിൽ ഇരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേങ്കിൽ പുതിയ വണ്ടികളിലെല്ലാം നമ്മൾ ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, വണ്ടിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരേ ഒരു ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓഫാകാതെ എടുക്കാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ഒരു ബിഗിനറിന് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. അതെ, മുന്നോട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുക. ഒരുപാട് കൊടുക്കരുത്, ലൈറ്റായിട്ട് കൊടുത്തു പിടിക്കുക. അതിനുശേഷം ക്ലച്ചെ നയിക്കുക. വണ്ടി റൺ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ കൊടുത്തു പിടിച്ചിരിക്കുന്ന ആക്സിലറേഷൻ്റെ അളവിൽ നിന്ന് അയക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഓഫാകാതെ എടുക്കാനായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഞാൻ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുന്നു, അളവ് കൂടരുത്, ലൈറ്റായിട്ട് കൊടുത്തു പിടിക്കുക. അതിനുശേഷം ക്ലച്ച് മാത്രം ശ്രദ്ധിച്ചിട്ട് പതുക്കെ അയച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓഫാകാതെ എടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കുക, ഞാൻ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഇപ്പോൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനി വണ്ടി റൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ്റെ അളവിൽ നിന്ന് പതുക്കെ കാല് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊരു ആവറേജ് വണ്ടിക്ക് മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടിയുമായിട്ട് പോകുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും, തുടക്കക്കാരെ സംബന്ധിച്ച്, പെട്ടെന്ന് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വണ്ടി ചാടും, ഒരു വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഓഫായി പോകുന്ന പോലെ ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അടുത്ത ഓരോ ഗിയറും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകുക. ഒരു കാരണവശാലും ചെറിയ മൂവ്മെൻ്റ് അല്ല, ഒരു ആവറേജ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നൽകുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ട് അടുത്ത ഗിയർ ഇട്ട് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ഗിയർ ഇടുന്നതിന് മുന്നേ, അതായത് ഗിയർ ലിവറിലേക്ക് നിങ്ങളുടെ കൈ വരുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം മാത്രമേ ഗിയർ ലിവറിലേക്ക് കൈ പിടിക്കാവുള്ളൂ. ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, പല ആൾക്കാരും എന്ത് ചെയ്യും, ക്ലച്ച് ഒരു ഹാഫൊക്കെ ചവിട്ടിയിട്ട് ഗിയർ അങ്ങ് വലിച്ചിടും. അതായത് ആദ്യം തന്നെ ഗിയർ ലിവറിലേക്ക് കൈ വരുന്നതുകൊണ്ട് തന്നെ ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തതേ വണ്ടിക്ക് മൂവ് ആക്കുന്നു. അപ്പോൾ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് ഞാൻ ചവിട്ടി, അതിനുശേഷം നമ്മൾ ഗിയറെ വന്ന് സെക്കൻഡ് ഇടുക. സെക്കൻഡ് ഇട്ടതിന് ശേഷം ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകിയിട്ട് ഗിയർ ഇടുമ്പോൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് മെല്ലെ ക്ലച്ച് ചവിട്ടാനായിട്ടുള്ളൊരു ടൈം കിട്ടും. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് സാവധാനത്തിൽ, ഒരുപാട് തിടുക്കമൊന്നും പിടിക്കാതെ വളരെ സിമ്പിളായിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ്.
ഇനി ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്താണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഒരു വളവിലോ തിരിവിലോ ഇത്തരത്തിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ തുടക്കത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് പരമാവധി ഒഴിവാക്കുക. നിർബന്ധമായിട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകിയിട്ട് മാത്രം അത് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം വരുന്നു. സെക്കൻഡ് ഗിയറിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലാണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. നമ്മുടെ നോട്ടം റോഡിൽ തന്നെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ കൈ എടുത്തിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ വെക്കുക. അത് ഇങ്ങനെ, ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ വളവിൽ തന്നെയാണ്, വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. ഇവിടെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ ഇങ്ങനെ മേളി വെച്ചിട്ട് ഇതേ ഇവിടെ ഇങ്ങോട്ട് വന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു. വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുന്നു. വണ്ടി ലെഫ്റ്റ് സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തുന്നു. വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്, ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ഇതേ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കാണ്. ഇപ്പോഴും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പതുക്കെ തേർഡ് ഗിയറിലേക്ക് ഇടാം. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കുക, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് നടക്കും. ഓൾറെഡി ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് തിടുക്കം വരില്ല. വളരെ സാവധാനത്തിൽ തന്നെ അടുത്ത ഓരോ ഗിയറും ഇട്ട് നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിങ്ങിലും നിങ്ങൾക്ക് പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വണ്ടിക്ക് വലി മുട്ടിയിട്ടായിരിക്കും ഗിയർ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കയറ്റം വരുന്നു. കയറ്റത്തിന് മുന്നേ തന്നെ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കൃത്യമായിട്ടും കിട്ടും ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും. അപ്പോൾ ഗിയർ അപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മൂവ്മെൻറ്റിൽ ഗിയർ ഇടുക. ഡൗൺ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ വണ്ടി മൂവ് ആക്കിയിട്ട് വീണ്ടും ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് കൈയും എൻ്റെ ഇതേ സ്റ്റിയറിംഗിൽ കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് വരുന്നു. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും ഏകദേശം സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈവെക്കുക. അതിനുശേഷം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കാൻ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുന്നു. മെല്ലെ ഗിയർ ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ആക്സിലേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒരു ഇറക്കത്തോട് കൂടിയ റോഡിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്പീഡും ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പലരും ഈ ആക്സിലറേറ്റർ പെഡലിൻ്റെ മേളിൽ കാലെടുത്ത് ഇങ്ങനെ വെക്കും. അത് ശരിയല്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വണ്ടി പതുക്കെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഈ കാലെടുത്ത് ബ്രേക്ക് പെഡലേ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇറക്കമാണ്, ഇവിടെ നമുക്ക് ആക്സിലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പലരും ഇങ്ങനെ ആക്സിലറേറ്റർ പെഡലേ കാലെടുത്ത് വെച്ചേക്കും. നമ്മളിത് വെറുതെ ഇവിടെ വെച്ചേക്കുന്നതാണ്. അതിലും സേഫ് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് പെഡലേക്ക് എടുത്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പം നമുക്ക് സ്ലോ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ബ്രേക്ക് പെഡലിലേക്ക് കാല് വരുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഗിയർ അപ്പും ഡൗൺ ചെയ്യുന്നത് മനസ്സിലായി. ഇനി നിങ്ങൾക്കൊരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്താണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കയറ്റത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക എന്നുള്ളതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഹാഫ് ക്ലച്ചിൽ എടുക്കുക എന്നുള്ളത് ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു വണ്ടിയെ കയറ്റത്ത് നിങ്ങൾ പതുക്കെ മൂവ്മെൻ്റ് ആക്കാനും അതോടൊപ്പം തന്നെ പതുക്കെ നിർത്താനുമായിട്ട് പഠിക്കണം. കാരണം നമുക്കൊരു കയറ്റത്തുള്ള ട്രാഫിക്കിലൊക്കെ വന്ന് നമ്മുടെ വണ്ടി പെട്ടുപോയാലും നമുക്ക് രക്ഷപ്പെടണം. അപ്പം പ്രധാനമായിട്ട് ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ചിൽ പതുക്കെ വണ്ടിയെ മൂവ് ആക്കാനും നിർത്താനുമായിട്ട് നിങ്ങളിത് പഠിച്ചിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് തിരക്കില്ലാത്തൊരു റോഡിൽ ലെഫ്റ്റ് സൈഡ് വണ്ടി ചേർത്ത് ഒതുക്കി നിർത്തുക. അതിനുശേഷം ചെറിയൊരു കയറ്റത്തോടു കൂടിയ റോഡായിരിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക.
ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയത്തില്ല, ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് വലിച്ചിട്ടിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറേ കൂടെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി എടുക്കുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുന്നത് അതോടൊപ്പം തന്നെ പതുക്കെ മൂവ്മെൻറ്റ് ആക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല, കാരണം എന്താണ്, ഹാൻഡ് ബ്രേക്ക് വണ്ടി കിടക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ലൈറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുക. ഓക്കെ, ഞാനിത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുന്നു. ഇങ്ങനെ കൊടുത്തു പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, കയറ്റത്തിൻ്റെ അളവ് പിടികിട്ടുക. കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് കൂടുതലായിരിക്കണം. കയറ്റത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനനുയോജ്യമായിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് വലിയ കയറ്റമല്ല, അപ്പം ഞാൻ ലൈറ്റായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇത് തുടക്കക്കാരന് എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. വണ്ടി ഓടിക്കുന്ന എക്സ്പേർട്ട് ഡ്രൈവർ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്നു. ഇപ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരു പൊസിഷന് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് വണ്ടി പോകുന്നില്ല. അതിനുശേഷം നിങ്ങൾ ആക്സിലറേഷൻ ഇങ്ങനെ തന്നെ കൊടുത്തു പിടിക്കുക, ഹാൻഡ് ബ്രേക്കിൽ നിന്ന് ഇത് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് തന്നെ ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് എടുക്കാതെ പതുക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഇത് പതിയെ ഇങ്ങനെ മൂവ് ആകും. ഓക്കെ, ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് അങ്ങ് കയറി അങ്ങ് പോകും. അപ്പോൾ പതുക്കെ മൂവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുന്നതിനോടൊപ്പം ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വണ്ടി ഇങ്ങനെ മൂവ് ആക്കാം. ഇനി വണ്ടി നിർത്താൻ നേരത്തെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതെ ക്ലിയർ ആയിട്ട് നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ തിരക്കില്ലാത്തൊരു റോഡിലിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുക. ദിവസം ഒരു ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു 1.5-2 മണിക്കൂറെങ്കിലും നിങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട് സമയം മാറ്റിവെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.